ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഉച്ചക്കത്തെ നമ്മുടെ ചോറും കറികളുമാണ്. വളരെ എളുപ്പത്തിൽ നല്ല രുചിയുള്ള രണ്ട് നാടൻ കറികളാണ് തയ്യാറാക്കുന്നത്. രണ്ട് പാവക്ക എടുത്തിട്ടുണ്ട്. പാവക്ക നല്ല പോലെ കഴുകണം. ആദ്യം തന്നെ മുറിക്കുന്നതിന് മുമ്പേ തന്നെ കുറേ വെള്ളമെടുത്ത് വെള്ളത്തിലേക്ക് കുറച്ച് ഹാൻഡ് വാഷ് ഒഴിച്ച് നല്ല പോലെ കഴുകിയെടുക്കണം. ഒരു ബ്രഷും കൂടി ഇട്ട് കഴുകിയെടുക്കണം. അങ്ങനെ ചെയ്താൽ ഇതിലുള്ള കെമിക്കലെല്ലാം പോയി കിട്ടുള്ളൂ. നല്ല പോലെ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കണം. കുറേ വെള്ളത്തിൽ കഴുകിയെടുത്താലേ അതിലുള്ള കെമിക്കലെല്ലാം പോയി നല്ല പാവക്ക കിട്ടുള്ളൂ. ഇനി പാവക്കയെല്ലാം ഇതേപോലെ ഈ പാകത്തിൽ മുറിച്ചെടുക്കണം. ഇതിലേക്ക് 3-4 പച്ചമുളക് കീറിയിട്ട് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. ഞാനൊരു വലിയ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പാവക്ക ഇതുപോലെ മുറിച്ചെടുക്കണം. നേരിയതായി മുറിച്ചെടുക്കണം. ഒരേപോലെ മുറിച്ചെടുത്താലാണ് ഇത് ഫ്രൈ ചെയ്യുമ്പം ഒരേപോലെ ഫ്രൈ ആയി കിട്ടുള്ളൂ. ഇനി ഒരു പരന്ന പാത്രത്തിലേക്കാണ് ഇതിട്ട് കൊടുക്കേണ്ടത്. പരന്ന പാത്രത്തിലേക്ക് പാവക്കയും പച്ചമുളകെല്ലാം ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അധികം വെള്ളം ഒഴിക്കണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ ഫ്രൈ ആക്കി എടുക്കാം. വളരെ എളുപ്പമാണ്. ഇതിൻ്റെ കയ്പും കുറഞ്ഞു കിട്ടും. പാവക്ക പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതുപോലെ വെളിച്ചെണ്ണ ചേർത്ത് ഇതുപോലെ ഒന്ന് അടിഭാഗം ഫ്രൈ ചെയ്ത് ആവുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് അങ്ങനെ വെച്ച് കരിയാതെ അടിഭാഗം നല്ലൊരു ഗോൾഡൻ കളറാകുമ്പം നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നിരത്തി ഫ്രൈ ആവാൻ വെക്കണം. ഒരു 2 മിനിറ്റ് ഇടയ്ക്ക് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ചെറിയ തീയിൽ സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇങ്ങനെ ഒരു ഗോൾഡൻ കളറായിട്ട് ഇത് കിട്ടും ഫ്രൈ ആയിട്ട്. ഇങ്ങനെ ഫ്രൈ ആയി കിട്ടിയാൽ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഈ ഒരു ഉപ്പേരി മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. പാവയ്ക്ക ഇഷ്ടമുള്ളവർക്കെല്ലാം ഇതുപോലെ ഒരു ഉപ്പേരി ഉണ്ടായാൽ പിന്നെ വേറൊന്നും വേണ്ട. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ അധികം കയ്പുണ്ടാവില്ല. അതുകൊണ്ട് കുട്ടികൾക്കും കൂടെ ഇഷ്ടമാവും. ഇനി ഒരു വെള്ളരിക്കയാണ് ഇന്ന് കറി ഉണ്ടാക്കുന്നത്. വെള്ളരിക്കേൻ്റെ മുഴുവൻ ഭാഗം എടുക്കുന്നില്ല. ഇതൊരു വലിയ വെള്ളരിക്ക ആയതുകൊണ്ട് അതിൻ്റെ ഒരു കഷ്ണം എടുത്ത് അതിൻ്റെ തോലെല്ലാം ചെത്തിക്കളഞ്ഞ് ഉള്ളിലുള്ള കുരുവും വട്ടിയെല്ലാം കളഞ്ഞെടുക്കണം. തോലെല്ലാം ചെത്തി ഉള്ളിലുള്ള കുരുവും വട്ടിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ശേഷം കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കണം. വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അധികം ചെറിയ കഷ്ണങ്ങളാക്കണ്ട. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് അടച്ച് വെച്ച് 2 വിസിൽ വന്നാൽ തന്നെ 2-3 വിസിൽ വരുമ്പോൾ വെള്ളരിക്ക നല്ല പോലെ വെന്ത് കിട്ടും. ഇനി അരമുറി തേങ്ങ ചിരകി അതിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളരിക്ക പെട്ടെന്ന് വേവും. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി 2 സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ നനച്ച് കൊടുക്കണം. 2-3 കാന്താരിയും കൂടെ ചേർത്താൽ നമ്മുടെ വെള്ളരിക്ക ഓലൻ റെഡിയായി. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയുള്ള 2 കറികൾ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു ഉപ്പേരി മാത്രം മതി ഈ ചോറുണ്ണാൻ. നല്ല ടേസ്റ്റാണ് ഈ ഉപ്പേരി കൂട്ടിയിട്ടാണ് ചോറുണ്ണാൻ. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്. എന്താ സ്വാദ് എന്നറിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.